ദൈവം പെട്ടെന്ന് എൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് ഞാൻ അറിയാത്ത മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു അരണ്ട വെളിച്ചമുള്ള സ്ഥലം. ആ സ്ഥലത്തെ അരണ്ട വെളിച്ചം പന്തം കൊളുത്തി തീ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നും. ഒരു ഇടുങ്ങിയ വീതിയാ, അരണ്ട വെളിച്ചമുണ്ട്, ഒരാൾക്ക് സഞ്ചരിക്കാൻ തക്കവണ്ണമുള്ള വെളിച്ചം അതിനകത്തുണ്ട്. പന്തം കൊളുത്തി വച്ചതുപോലെ വെളിച്ചം. കുറേ ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി ഏകദേശം 100 മീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലത്തോട്ട് ഈ വീതി വളയുകയാണ്. ഈ വളയുന്ന സ്ഥലം വരെ നമുക്ക് അറിയത്തില്ല വളവിന്റെ ശേഷം എന്താണ് ഉള്ളതെന്ന്. വളയുന്ന സ്ഥലം എത്തുന്നത് വരെയും നമുക്കറിയത്തില്ല. ആ വളവിൽ വരെ ഞാൻ എത്തി. വളവിലേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിഭയങ്കരമായ ഒരു വാതിൽ. ഈ വാതിൽ മുഴുവൻ തീ കൊണ്ട് കത്തി നിൽക്കുകയാണ്. ആ വാതിലിന്റെ അപ്പുറം താഴ്പോട്ട് ഇറങ്ങിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. ഈ താഴ്പോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പുകൾ എവിടേക്ക് ഇറങ്ങി ചെല്ലുന്നറിയാമോ? ഈ ലോകത്തിന്റെ എല്ലാ വിറകുകളും ചപ്പും ചവറുകളും ഒരുമിച്ചിട്ട് തീ കത്തിച്ചാലും ആ തീയുടെ 1% പോലും പറയാൻ കഴിയാത്ത വിധം അതിഭയങ്കരമായ തീ. കടലിലെ വെള്ളം ആർത്ത് ഇരച്ച് ഇരമ്പി ഇളകി മറിയുന്നത് പോലെ തീ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ തീ കണ്ടതും അറച്ചു, പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുവരെ ഞാൻ സന്തോഷത്തോടെ നടന്നുപോയി. തീ കണ്ടത് ഞാൻ അറച്ച് പിന്നോട്ട് ഓടുവാൻ ശ്രമിച്ചു. എനിക്ക് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാം, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ടൊരു സ്റ്റെപ്പ് എനിക്ക് വയ്ക്കാം, പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് പുറകോട്ട് പോകാൻ പറ്റാത്ത? എന്നെ ആ വാതിൽ വരെയും കൊണ്ട് എത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട ദൂതൻ എന്റെ അടുത്ത് നിപ്പുണ്ട്. ആ ദൂതൻ പറഞ്ഞു, നീ മരിച്ചു വന്നിരിക്കുക, നിന്റെ ശരീരം അഴുകിയിട്ട് നിന്റെ ആത്മാവ് ഇവിടെ വന്നിരിക്കുക, നിനക്കിനി ജീവനിലേക്ക് തിരിച്ചു പോകുക സാധ്യമല്ല. നീ തെരഞ്ഞെടുത്ത വഴി ഈ വഴി ആയതുകൊണ്ട് നീ ചെന്ന് ഇറങ്ങിക്കൊള്ളുക എന്ന് ദൂതൻ എന്നോട് പറഞ്ഞു. പിന്നെ ഭയങ്കര ശാന്തത. ഞാൻ വീണ്ടും ആ തീയിലേക്ക് നോക്കി, പ്രിയപ്പെട്ട ദൈവമക്കളെ. ഞാൻ ആ തീയുടെ വാതിലിലേക്ക് നോക്കിയപ്പോ ഞാൻ അതിഭയത്തോടെ കരഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരൊറ്റ മനുഷ്യരും, മനുഷ്യരായി പിറന്ന ഒരൊറ്റ മനുഷ്യനും, എന്നെ തല്ലിയവർ, എന്നെ അടിച്ചവർ, എന്നെ ഉപദ്രവിച്ചവർ, എന്റെ ശത്രുക്കളാരും ഈ തീയിലേക്ക് വരല്ലേ, ഈ അതിഭയാനകമായ തീയിലേക്ക് വരരുതേ എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട്